നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും അന്യോന്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളോടൊപ്പം ഇപ്പോഴുള്ളത് ഹൈക്കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം വിരമിച്ച ജസ്റ്റിസ് VK മോഹനനാണ്. നമസ്കാരം. നമസ്കാരം. താങ്കൾ ന്യായാധിപൻ്റെ ദൗത്യം നിറവേറ്റി ഹൈക്കോടതിയുടെ പടിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചത് സാധാരണക്കാരൻ്റെ ന്യായാധിപൻ എന്നാണ്. അങ്ങനെ വിശേഷിപ്പിക്കുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു? ഒന്നാമത് വളരെയധികം സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൻ്റെ അടിസ്ഥാനം ഞാനെപ്പോഴും സാധാരണക്കാരൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയും അവർക്ക് അനുകൂലമായിട്ട് നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം മാധ്യമങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ള സന്തോഷമാണ്. ഞങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് ജനപക്ഷത്ത് എപ്പോഴും നിലയുറപ്പിച്ച മഹാന്മാരായ ന്യായാധിപന്മാരെ ഓർമ്മയുണ്ട്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ മുതൽ ജസ്റ്റിസ് സുബ്രഹ്മണ്യൻ പോറ്റി അടക്കമുള്ള ഒരു നിര. ആ നിരയിലാണ് ഞങ്ങളൊക്കെ താങ്കളെയും കാണുന്നത്. വളരെ നന്ദി. ഈ മുൻമുറക്കാരെ കുറിച്ച് എന്തു പറയുന്നു? ഇവരിൽ താങ്കൾക്ക് വളരെ വ്യക്തമായും നേരിട്ട് ഒരു മാതൃകാ പുരുഷനായി മാറിയ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും കൃഷ്ണയ്യർ സ്വാമിയും അതുപോലെ തന്നെ പോറ്റി സാറ്, പിന്നെ ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് റിട്ടയർ ചെയ്യുകയും ഇപ്പോൾ പ്രസ് ക്ലബ് എൻ്റെ മാർക്കണ്ടായ കാഡ്ജു, അതുകൂടാതെ തന്നെ ചിന്നപ്പ റെഡ്ഡി സുപ്രീം കോടതിയിൽ നിന്ന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് റിട്ടയർ ചെയ്തതാണ്. അത് അങ്ങനെയുള്ള കുറേ ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ പൂർവികരായിട്ടുള്ള ജഡ്ജിമാരെ എപ്പോഴും എനിക്ക് പ്രചോദനവും അതുപോലെ തന്നെ എൻ്റെ റോൾ മോഡലുമായിരുന്നു. താങ്കളൊരു 7 കൊല്ലം ജഡ്ജിയുടെ കസേര 8 വർഷം ജഡ്ജിയുടെ കസേരയിൽ താങ്കൾ ഇരുന്നപ്പോൾ ചെയ്ത പല വിധിന്യായങ്ങൾ ഈ അഭിമുഖത്തിന് മുമ്പ് ഞാനൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയുണ്ടായി. ഒരു മനുഷ്യാവകാശ ബോധത്തോടു കൂടി, പാവങ്ങളോടുള്ള കാരുണ്യത്തോടു കൂടി, നീതിപീഠത്തിൻ്റെ കരുത്ത് എന്നും നിലനിൽക്കണമെന്ന ഒരു ഉൾക്കാഴ്ചയോടുകൂടി താങ്കൾ പല വിധിന്യായങ്ങളും പുറപ്പെടുവിച്ചതായിട്ട് കണ്ടു. ഉദാഹരണം, ക്രിമിനൽ കേസുകളിൽ പെട്ടുപോയി പീഡിപ്പിക്കപ്പെട്ട നിരപരാധികൾക്ക് വേണ്ടി താങ്കളൊരു വിധി പുറപ്പെടുവിച്ചു. ആ വിധിയിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാമോ? അത് ഞാൻ ആ വിധിനായിട്ട് പറയുകയുണ്ടായി. അതായത് നമ്മളുടെ സ്വകാര്യ സംഭാഷണങ്ങളിൽ പലരും പറയാറുണ്ട്, ആ പെൺകുട്ടി സ്വയം ഇങ്ങനെ അതിനു വേണ്ടി പുറപ്പെട്ടതാണ്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കോമ്പൻസേഷനോ നഷ്ടപരിഹാരമോ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തീർക്കേണ്ടതല്ലേ, അതല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു ക്രിമിനൽ കേസിലേക്ക് പോകുന്നത് ഈ കാലഘട്ടത്തിൽ ശരിയാണോ ഇല്ലെന്ന് പലരുടെ സ്വകാര്യ സംഭാഷണത്തിൽ എനിക്ക് ശ്രമിക്കാനിടയായി. ആ ഒരു പ്രത്യേക കേസ് വെച്ച് തന്നെ നോക്കിയാൽ ഒരു കാമുകനാൽ വഞ്ചിക്കപ്പെട്ട് ആ അവസരം മുതൽ പിന്നീട് പലരുടെയും ഉപഭോഗ പാത്രമായി മാറുകയായിരുന്നു ആ പെൺകുട്ടി. അത് വിതുര കേസിലെ വിതുര കേസിലും അതുപോലെ തന്നെ നമ്മുടെ പിന്നെ മൂന്നാർ കേസും. അപ്പം ഈ അവരൊരു നിയമപരമായിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, ഒരു സ്ത്രീ, പ്രായപൂർത്തിയായ ഒരു സ്ത്രീ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ള ഈ ഇൻ്റർകോഴ്സ് അല്ലെങ്കിൽ സംഭവം എന്നൊക്കെ പറയുന്നത് അതിന് റേപ്പിൻ്റെ പരിധിയിൽ വരില്ല എന്നുള്ളതാണ് പൊതുവെ വക്കീലന്മാരെല്ലാം പ്രതികൾക്ക് വേണ്ടി ഹാജരാകുമ്പോൾ പറയുന്ന ന്യായവാദം. അപ്പം ആ കൺസെപ്റ്റ് എന്ന് പറയുന്നത് പൂർണ്ണ അർത്ഥത്തോടെ മനസ്സോടെ ഒരു കുട്ടി കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ത്രീ കൊടുക്കുന്ന കൺസെൻറ്റിനെയാണ് നിയമം കാണുന്നത്. ഇത് അങ്ങനെയല്ല. ഇതൊരു കാമുകനാൽ ചതിക്കപ്പെട്ട് വേറൊരാളുടെ കയ്യിൽ ചെന്ന് പെടുക. ഒരു പക്ഷേ പലരും പറഞ്ഞതുപോലെ ഈ പെൺകുട്ടികൾക്ക് ആ സമയത്ത് രക്ഷപ്പെടാൻ പറ്റുമെന്നായിരിക്കാം ചിലപ്പോൾ. പക്ഷെ അവരുടെ ഭാവി അവിടെ ഹോമിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അവരെ ഇരകളായി തന്നെ കാണേണ്ടതുണ്ട്. ഇരകളായി തന്നെ പിന്നെ അവരങ്ങോട്ടങ്ങ് ഈ ഒരാളുടെ കൂടെ ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കുട്ടി പുറത്തു വന്നാൽ ആ സമൂഹം അംഗീകരിക്കും. അതുപോലെ തന്നെ സ്ത്രീകളെ പരിശോധിക്കുന്ന ഘട്ടത്തിൽ, അതുപോലുള്ള നിയമ നടപടികൾക്ക് അവരെ വിധേയരാക്കുന്ന ഘട്ടത്തിൽ വനിതാ കോൺസ്റ്റബിൾമാരുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം എന്ന് താങ്കൾ നിരീക്ഷിച്ചതായും മനസ്സിലാക്കുന്നു. എന്താണ് അതിൻ്റെ ഒരു
കൂടുതൽ വിവരങ്ങൾ? അത് NDPS ആക്ട് സെക്ഷൻ 50 പ്രകാരം പ്രത്യേക പ്രൊവിഷൻ തന്നെയുണ്ട്. സ്ത്രീകളെ പരിശോധിക്കുന്ന അവസരത്തിൽ സ്ത്രീ ഓഫീസേഴ്സ് തന്നെ അത് ചെയ്യണമെന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതും നമ്മളുടെ ഇന്ത്യ രാജ്യത്ത് സ്ത്രീകളോടുള്ള ബഹുമാന ആദരം എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു പ്രൊവിഷനാണ് അത്. അപ്പോൾ അതിൻ്റെ അകത്ത് വയലേഷൻ തീർച്ചയായിട്ടും അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്വം എല്ലാം കയ്യേറുന്നതിന് തുല്യമാണ്. അതുപോലെ തന്നെ നിയമവൃത്തങ്ങൾ കൂടുതൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഈ ഗുണ്ടാ നിയമപ്രകാരം കരുതൽ തടങ്കലിലേക്ക് കൊണ്ടുപോകുന്ന ആളുകളെ 6 മാസത്തിൽ കൂടുതൽ തുടർച്ചയായി തടങ്കലിൽ വെക്കരുത് എന്ന ഒരു അഭിപ്രായം താങ്കൾ പുറപ്പെടുവിച്ചു. അത് വളരെ വളരെ മനുഷ്യാവകാശപരമായ ഒരു നിലപാടായിട്ട് നിയമവൃത്തങ്ങൾ കാണുന്നു. അത് നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ഒരുപക്ഷെ ഇപ്പോൾ അതിൻ്റെ അകത്തൊരു വ്യതിയാനം അല്ലെങ്കിൽ അതിൻ്റെ അകത്തൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. 6 മാസം എന്നുള്ളത് 1 വർഷം വരെ ആകാം എന്നുള്ള രീതി വന്നിട്ടുണ്ട്. അതപ്പോൾ കുറ്റം ചെയ്യുന്ന കാലഘട്ടവും അതല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ ഉത്തരവ് പാസ്സാക്കുന്ന കാലഘട്ടവും അതെല്ലാം പരിശോധിച്ചിട്ട് വേണം അങ്ങനെ തീരുമാനിക്കാൻ. അതല്ലാതെ ഒരു ആർബിട്രറി ആയിട്ട് ഒരു 6 മാസം ഉള്ള ആൾക്കാരെ 1 വർഷം വരെ ഇടുക എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നിയമവിരുദ്ധമാണ്. ഈ വിതുര പെൺവാണിഭ കേസിലെ വിധിന്യായം പുറപ്പെടുവിച്ച ഒരു ഘട്ടത്തിൽ താങ്കൾ സമൂഹത്തിൽ നുഴഞ്ഞു കയറുന്ന പാശ്ചാത്യ ജീവിത മൂല്യങ്ങളുടെ അപകടം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി എന്നും അഭിഭാഷക സമൂഹം അനുസ്മരിക്കുന്നുണ്ട്. എന്തായിരുന്നു അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ്? താങ്കൾ പാശ്ചാത്യ ജീവിത മൂല്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് വന്നു ചേരുന്നതിന് എതിരായി നിൽക്കുന്ന ഒരാളാണോ? അല്ലല്ല, അതിൻ്റെ നല്ല വശങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റുന്നതും നമുക്ക് സ്വീകാര്യമായത് നമ്മുടെ സംസ്കാരത്തിന് അനുയോജ്യമായിട്ടുള്ളത് സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പെൺകുട്ടിയെ ബലാത്സംഗത്തിന് വിധേയമാക്കി കഴിഞ്ഞാൽ അത് പെൺകുട്ടി സ്വന്തം മനസ്സാലെ അതിന് വിധേയമായാൽ അതിന് കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് തീർക്കുക എന്നുള്ള അങ്ങനെ ഒരു സമീപനമാണ് ഈ പറഞ്ഞ പലരുടെയും. അതിനെ നമുക്ക് യാതൊരു കാരണവശാലും ന്യായീകരിക്കാൻ പറ്റില്ല, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുപോലെ തന്നെ ഗാർഹിക പീഡന കേസ് അത് പലപ്പോഴും അതിന്റെ ഇരകളായി മാറുന്നത് സ്ത്രീകൾക്കാണ്. ആ സ്ത്രീകൾക്ക് അനുകൂലമായി കൂടുതൽ ഫലപ്രദമായി വിനിയോഗിക്കുന്ന നിലപാടുകൾ താങ്കളുടെ ഭാഗത്ത് നിന്ന് അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുണ്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് അത് പലരും ചൂണ്ടിക്കാണിച്ചു. അത് ഏത് തരം സ്ത്രീകൾക്ക് ഈ പ്രൊട്ടക്ഷൻ ബാധകമാകും, ആർക്കൊക്കെ ബാധകമല്ല എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നപ്പോഴാണ് അങ്ങനെ ഒരു വിധിന്യായത്തിന് ഇടവന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഗാർഹിക പീഡന നിയമപ്രകാരമുള്ള പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അത് ഭാര്യയായിട്ടുള്ളവർക്ക് മാത്രമല്ല സ്ത്രീ എന്ന് വരുന്ന എല്ലാവർക്കും കിട്ടണം എന്ന് നമ്മൾ പറഞ്ഞു. അതൊരു പ്രീസിഡൻസ് ആയി മാറി. അതെ, അത് സുപ്രീം കോടതി അംഗീകരിക്കുകയും ചെയ്തു. ആ നിയമം അത്തരത്തിൽ അതൊരു വഴികാട്ടിയായി മാറി രാജ്യത്തിന്. വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ കുപ്രസിദ്ധമായ ഈ കളമശ്ശേരി ഭൂമി ഇടപാട് കേസിന് ഒരു വഴിത്തിരിവുണ്ടാക്കുന്ന വിധത്തിൽ അതിൽ ആരോപണ വിധേയനായ സലീം രാജിന്റെ ടെലിഫോൺ രേഖകൾ വിളിച്ചു വരുത്തുന്ന ഒരു നിലപാട് താങ്കൾ എടുത്തു. അത് ആ കേസിൽ നീതി നിർവഹണത്തിന്റെ പാതയിലേക്ക് കേസിനെ തിരിച്ചുവിടുന്നതിൽ വളരെ സഹായകമായി എന്ന് നിരീക്ഷിക്കുന്നവരുണ്ട്. യോജിക്കുന്നുണ്ടോ അങ്ങനെ ഒരു? തീർച്ചയായിട്ടും. കാരണം ഞങ്ങൾ അന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. ഞാനന്ന് ചെയ്തത് ഒരു ആക്ഷേപത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അലിഗേഷൻ്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ചില മെറ്റീരിയൽസ്, ആ മെറ്റീരിയൽസ് പ്രിസർവ് ചെയ്യുക എന്നുള്ളൊരു കടമ മാത്രമേ ഞാൻ നിർവഹിച്ചുള്ളൂ. അതല്ലാതെ സലിം രാജോ അതിലേക്ക് അതിന് ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ അതിൻ്റെ വിധേയം ആവുന്ന ആൾക്കാരോ ഒന്നും കുറ്റക്കാരാണെന്നൊന്നും ഞാൻ പറയുകയോ അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞാൻ എത്തുകയും ചെയ്തിട്ടില്ല. പിന്നീട് കേസ് മറ്റൊരു കോടതിയിലേക്ക് പോവുകയും ചെയ്തു. താങ്കളെ കുറിച്ച് ഞാൻ ഹൈക്കോടതിയിൽ നിന്ന് ചില വിവരങ്ങൾ ശേഖരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വിവരം, താങ്കളൊരു വിധിന്യായത്തിൽ സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിനെ സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും എന്ന വയലാറിൻ്റെ പ്രഖ്യാതമായ വരികൾ ഉദ്ധരിക്കുകയുണ്ടായി. താങ്കളുടെ ഒരു നിലപാടിൻ്റെ ഒരു തറയായിട്ട് ആ ഈരടിയെ കാണാം എന്നൊരാൾ പറയുകയുണ്ടായി. യോജിക്കുന്നുണ്ടോ? അങ്ങനെ അടിസ്ഥാനമായിട്ട് തറ എന്ന് പറഞ്ഞാൽ വേറെ നിലപാട് തീർച്ചയായിട്ടും ശ്രീപീഡന കേസിൽ ജാമ്യാപേക്ഷയായിട്ട് വന്ന കേസിലാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ പറഞ്ഞ നേരത്തെ എല്ലാം ഈ പശ്ചാത്തലം വെച്ചിട്ട് അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവിടെ ഒരു വ്യക്തി അവിടെ ക്രൂശിക്കപ്പെടുകയാണ്, ഇരയായിട്ട് മാറുകയാണ്. ആ ഇരയോട് സ്നേഹം കാണിക്കുക, അതിന് സ്നേഹിക്കാത്ത ഒരു തത്വശാസ്ത്രത്തിന് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇങ്ങനൊരു നിലപാടുമായിട്ട് 8 വർഷത്തെ ഈ ന്യായാധിപ ജീവിതം പൂർത്തിയാകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇങ്ങനൊരു നിലപാടുമായിട്ടിരിക്കുന്ന ഒരു ജഡ്ജിക്ക്
സ്വതന്ത്രമായി വിധികൾ പുറപ്പെടുവിക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ടോ? അയാൾ സമ്മർദ്ദത്തിന്, ഭീഷണിക്ക് ഒക്കെ ഒരു വിധേയനാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചോളുമില്ല. ആ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും ഒരു എയോ ബിയോ വന്നിട്ട് സ്വാധീനിക്കുകയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓഫർ കൊടുക്കുക അങ്ങനെയൊന്നും ആവണമെന്നില്ല. ഒരു ജഡ്ജി സ്വയം സ്വാധീനിക്കപ്പെടുന്ന ചില അവരുടെ ജീവിത പശ്ചാത്തലം ഉണ്ടാവാം, അവർ വിശ്വസിക്കുന്ന സാമൂഹ്യ പശ്ചാത്തലം ഉണ്ടാവാം. ഇതെല്ലാം അതിനെ സ്വാധീനിക്കും. താങ്കൾ ഇത്തരത്തിൽ വിവിധ വിധികളിലൊക്കെ എടുത്ത നിലപാടുകൾ സ്വാഭാവികമായിട്ടും താങ്കളുടെ ജീവിത ദർശനത്തിൽ നിന്ന് വന്നതാവും. താങ്കളുടെ വളർന്ന സാഹചര്യം, താങ്കൾ ആ കാലത്ത് ആർജിച്ച മൂല്യങ്ങൾ, അതൊക്കെ തന്നെയായിരിക്കും വരിക. താങ്കളുടെ വളർന്ന സാഹചര്യം എന്ന് പറയുമ്പോൾ താങ്കൾ ന്യായാധിപ കസേരയിലെത്തിയ ഏറ്റവും പാവപ്പെട്ട മനുഷ്യരിൽ ഒരാളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്ങനെയായിരുന്നു താങ്കളുടെ കുട്ടിക്കാലം, ജനിച്ച കുടുംബത്തിൻ്റെ പശ്ചാത്തലം? അത് വളരെയധികം ശരിയാന്ന് പറഞ്ഞാൽ ഒത്തിരി കഷ്ടപ്പാടുകളും വേദനകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത്. ഞാൻ വക്കീലാകുന്നത് വരെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു സെൻറ്റ് ഒരു ഭൂമി ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ ചെറുപ്പം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ അടുത്ത് മറ്റു വീടുകൾ വളരെ കുറവാണ്. സ്കൂളിൽ പോകുന്നതെന്ന് വെച്ചാൽ വളരെ കുറവാണ്. അപ്പോൾ അച്ഛനും അമ്മയും അലക്കുകാരായിരുന്നു. അപ്പോൾ പിന്നെ ഒരു പുഴയിലൊക്കെ കൊണ്ടുപോകാൻ പ്രായമായ സമയത്ത് അച്ഛനും അമ്മയും പോകുമ്പോൾ എന്നെ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അവർ അലക്കി വൈകുന്നേരം വരുന്നവരെ ഞാൻ മിക്കവാറും ആ മണപ്പുറത്തും അവിടെ പുഴയുടെ തീർത്തും അവിടെ പലരും വരും കുളിക്കാനായിട്ട്. ചുമട്ടുകാർ, യാത്രക്കാർ, ഹോട്ടൽ ജീവനക്കാർ, പിന്നെ അതുപോലെ തന്നെ മറ്റു പലതും, അതിപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പശ്ചാത്തലമായിരുന്നു. ഇത് ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടോ? ഈ അലക്ക് ജോലി കൊണ്ട് ജീവിതം, കുടുംബം പുലർത്താൻ അച്ഛനും അമ്മയ്ക്കും കഴിഞ്ഞിരുന്നു? വളരെ ബുദ്ധിമുട്ടായിരുന്നു. ദാരിദ്ര്യം, പട്ടിണി, അതൊക്കെ അനുഭവിക്കേണ്ടി വന്നു? ഉണ്ട്. അത് പ്രത്യേകിച്ച് മഴക്കാലത്ത്. അന്ന് ഇതുപോലത്തെ സംവിധാനമൊന്നും ഇല്ലല്ലോ. അപ്പം വെയിലില്ലെങ്കിൽ തുണി ഉണക്കാൻ പറ്റില്ല. ഉണക്കിയാലേ തേക്കാൻ പറ്റുള്ളൂ. തേച്ച് കൊടുത്താലാണ് പൈസ കിട്ടുള്ളൂ. അപ്പോൾ അത് അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ പറയണമെന്നറിയില്ല, നമ്മൾ ഹോട്ടലിൽ പോയിട്ട് ഈ തുണി മുക്കാനെന്ന വ്യാജാന കഞ്ഞിവെള്ളമൊക്കെ മേടിച്ചുകൊണ്ട് വരാറ്. അപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞ് അവിടുത്തെ ആ ഹോട്ടലിൽ നിൽക്കുന്ന ആൾ ചട്ടം കെട്ടിയിട്ടുണ്ടാവും, അതിൻ്റെ അകത്ത് ഇച്ചിരി ചോറൊക്കെ വേണമെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട് ഒരു അനുഭവം. പിന്നെ അതുപോലെ തന്നെ മഴക്കാലം വരുമ്പോൾ പേടിയായിരിക്കും അല്ലേ? പണമില്ലാതാവും, ദാരിദ്ര്യം വരും. ഇങ്ങനെയുള്ള വീടുകളിലൊക്കെ ജനിക്കുന്ന കുട്ടികൾ പലപ്പോഴും അവർ വളരെ ചെറുപ്പത്തിലെ എന്തെങ്കിലും ജോലി ചെയ്യാനൊക്കെ നിർബന്ധിതരാണ്. അതുകൊണ്ട് ആ വഴിക്ക് അങ്ങ് തിരിഞ്ഞു പോകും. അവർക്ക് പഠിക്കാനൊന്നും, പ്രത്യേകിച്ച് ഇതുപോലെ പ്രൊഫഷണലായ ഒരു വിദ്യാഭ്യാസം നിർവഹിച്ച് വക്കീലാവുക പോലുള്ളതൊക്കെ വളരെ പ്രയാസപ്പെട്ടതാണ്. അത് പിന്നെ എങ്ങനെ നടന്നു? അത് ഈ പറഞ്ഞ പോലെ എൻ്റെ അമ്മ 10 പ്രസവിച്ചതാണെങ്കിലും ഞങ്ങൾ 2 പേര് ജീവിച്ചിരിപ്പുള്ളൂ. ബാക്കി 8 പേരും മരിച്ചുപോയി. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചുള്ള അത് വക്കീലൊക്കെ ആകുമ്പോഴാണ് നമ്മളത് തിരിച്ചറിയുന്നത്. നമുക്കൊന്നും പറ്റാതെ മുമ്പോട്ട് പോകുക എന്നുള്ളത്. അങ്ങനെ അവർ മരിക്കുന്നതിന് മുമ്പ് നമുക്കൊന്നും പറ്റാതിരിക്കുന്നത് നമ്മളൊരു ആഗ്രഹമായിരുന്നു. കാരണം വീണ്ടും ഒരു പുത്രദുഃഖമൊന്നുമില്ല. പിന്നെ അതിൽ ഒരാൾ ചേട്ടൻ എന്നെക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കുന്ന കൂട്ടത്തിലായിരുന്നു. നല്ല വായനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ചേട്ടൻ തോറ്റുപോയി, 10ാം ക്ലാസ്സിൽ തോറ്റുപോയി. അപ്പം ഞാൻ വിചാരിച്ചു ഞാനും വലിയ രക്ഷയൊന്നും ഉണ്ടാവില്ല. അപ്പം രാത്രി എൻ്റെ അടുത്ത് ലക്ഷ്മൺ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ മകൻ രമേശ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അവർക്ക് കാറുണ്ടായിരുന്നു. അപ്പം പുള്ളിയുടെ അച്ഛൻ പകൽ ഈ തേയില സപ്ലൈക്ക് പോകും കാറ് കൊണ്ട്, രാത്രി കാറ് ഫ്രീയാണ്. അപ്പോൾ ഈ മകൻ രാത്രി കാറ് ഓടിക്കും. അപ്പം ഞാനും പോവും. അപ്പം ഞാൻ കിളിയായിരുന്നു. അങ്ങനെ ഡ്രൈവിങ് പഠിച്ചു. കാരണം നമുക്കൊരു ആൾട്ടർനേറ്റീവ് വേണമല്ലോ. കാറൊക്കെ കഴുകി കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഉണ്ട്. അത് അന്ന് ഈ ഇടുക്കി ഡാമൊക്കെ വരുന്നതിന് മുമ്പ് മൂവാറ്റുപുഴ മുകളിൽ അവിടെ ത്രിവേണി സംഗമമുണ്ട്. അവിടെ നമ്മളിങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് കാറ് പുഴയിലേക്ക് ഇറക്കാം. അപ്പോൾ അവിടെ കാറൊക്കെ കഴുകുക. എന്നിട്ട് അങ്ങനെ ഡ്രൈവർ ജോലി ചെയ്യേണ്ടി വന്നോ കുറച്ച് കാലം? ഇല്ല, ഡ്രൈവർ ജോലി ചെയ്യേണ്ടി വന്നിട്ടില്ല. പഠിച്ചു. പക്ഷേ അത് തന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഡ്രൈവിങ് പഠിച്ചു. അതെയോ? അപ്പോൾ എന്നിട്ട് ഈ കളപ്പനയുടെ വീട്ടിൽ അവർ പറഞ്ഞു, നീ ലൈസൻസ് എടുത്തിട്ട് പോകാൻ നിനക്ക് ജോലി തരാമെന്ന് പറഞ്ഞു. പക്ഷെ അന്ന് ലൈസൻസ് എടുക്കാൻ പൈസ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നെങ്കിൽ അങ്ങനെ പോയത്. പിന്നെ അല്ല, പിന്നെ അച്ഛനും അമ്മയും ഞാൻ ഈ സ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ ഈ
ഈ തുണി തേച്ച തുണി കൊണ്ടു കൊടുക്കുവാനും അഴുക്ക് തുണി എടുക്കാനും പോയിരുന്നു. അതൊരു ജോലി തന്നെയാണ്. അതൊരു ജോലിയായിരുന്നു. അല്ല, ഞാനത് എൻ്റെ ഓർമ്മയിൽ നിൽക്കാൻ കാരണം നമ്മുടെ ആ ഒരു സാഹചര്യത്തിൽ നിന്ന് വന്നിട്ടുള്ള പല ജഡ്ജിമാർക്കൊന്നും ഉയർന്ന ആൾക്കാർ വരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഇല്ല. അല്ല, പലരുടെ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാറുണ്ട് വിഷമകരമായ സാഹചര്യം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ അവരൊരു നല്ല അവസ്ഥയിലെത്തിയാൽ സമൂഹത്തിൽ ഒരു നിലവാരമൊക്കെ ആർജിച്ചു കഴിഞ്ഞാൽ പഴയ ഭൂതകാലം ഏതെങ്കിലും തരത്തിൽ പരാമർശിക്കുന്നത് അവര് താല്പര്യപ്പെടുന്നില്ല. താങ്കൾക്ക് അങ്ങനെ ഒരു വിഷമം? എനിക്ക് യാതൊരു വിഷമം, എനിക്ക് സന്തോഷമുള്ളൂ. കാരണം അതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഈ അനുഭവം വേറൊരാൾക്ക് പ്രചോദനമാവുകയാണെങ്കിൽ ആവട്ടെ, ഒന്നത്. 2, ഈ യാഥാർത്ഥ്യം എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ് എനിക്ക് പിന്നെ മനുഷ്യത്വത്തോടു കൂടി മുമ്പോട്ട് പോകാൻ കഴിയുന്നു. താങ്കളുടെ ലോ കോളേജ് കാല കഥ പറഞ്ഞു കേട്ടത്, താങ്കള് ബസ്സിൽ കോളേജിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ പുഴയിലേക്ക് നോക്കും, അച്ഛനും അമ്മയും അലക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന്. ഉണ്ടെങ്കിൽ ഇത് എവിടെ കിട്ടിയത്? അപ്പോഴും അങ്ങനെ കേട്ടു. അപ്പോഴും അത്രയും വൈകിയല്ലോ, അത്രയും തുണിയുള്ളത് കൊണ്ടായിരിക്കും അലക്കുന്നത് എന്ന് വിചാരിച്ച് അവരെ സഹായിക്കാൻ ലോ കോളേജിൽ നിന്ന് വരുന്നത് താങ്കൾ ഇറങ്ങി ചെല്ലുമായിരുന്നു. അത് കണ്ട് എൻ്റെ മനസ്സ് വിഷമിക്കാറുണ്ട്. എന്നിട്ട് ലോ കോളേജിൽ ചെല്ല് നമ്മൾ LLB എടുത്തതിന് ശേഷം അച്ഛൻ്റെ അമ്മയടുത്ത് പറഞ്ഞു, ഇനി ജോലിക്ക് പോകണ്ട, എനിക്കൊരു ജോലി ആയല്ലോ, നമുക്കുള്ളതുകൊണ്ട് കഴിയാം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ലോ കോളേജിൽ പഠിക്കുമ്പോഴും ഇങ്ങനെ അവര് ജോലി ആ സാഹചര്യം ഉണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞ് താങ്കൾ വക്കീലായി. വക്കീൽ എന്ന നിലയ്ക്ക് പല പല പദവികൾ കൈയാളുന്ന ഒരവസ്ഥയുണ്ടായി. അവസാനം വക്കീലുമാരുടെയൊക്കെ ഏറ്റവും വലിയ കേരളത്തിലൊരു പദവിയായ ഹൈക്കോടതിയുടെ ജഡ്ജി വരെ ആയി. ഇത് കാണാൻ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഏറ്റവും വലിയ സങ്കടം എനിക്ക്. അവര് താങ്കളെ ഏതുവരെ ആവുന്നത് അവർ കണ്ടു? LLB പാസ്സാവുന്നവരെ ശരിക്കും അവർ കണ്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും പിന്നെ ഞാൻ ഗവൺമെൻറ് ലീഡറായി. ഗവൺമെൻറ് ലീഡർ ആയപ്പോഴേക്കും ആദ്യത്തെ ശമ്പളം കിട്ടുന്ന സമയപ്പോഴേക്കും അച്ഛന് ഓർമ്മയില്ലാതായി. എന്നാലും അച്ഛൻ്റെ കയ്യിൽ കൊണ്ടിട്ട് 20 നോട്ട് അന്ന് ഇറങ്ങി. അന്ന് വളരെ കത്തി വയ്ക്കുന്ന സമയം. അപ്പോൾ നമ്മൾ 20 നോട്ട് കെട്ട് അച്ഛൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിരുന്നു. ഓഗസ്റ്റ് എന്ന് പറഞ്ഞൊരു അച്ഛന് മനസ്സിലായി കാണുമോ മകൻ അതിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ലായിരുന്നു. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. പിന്നെ ഗവൺമെൻറ് പിന്നീടൊക്കെ ഗവൺമെൻറ്റായപ്പോൾ അമ്മയുണ്ടായിരുന്നു. താങ്കൾ ജസ്റ്റിസ് VK മോഹനാണ്, അതിനു മുമ്പ് അഡ്വക്കേറ്റ് VK മോഹനാണ്, അതിനു മുമ്പ് വിദ്യാർത്ഥി നേതാവായ ഒരു VK മോഹനൻ കൂടിയാണ്. ആ കാലത്തെക്കുറിച്ച് എന്ത് പറയും? ആ അനുഭവങ്ങളാണ് എനിക്ക് ഈ എൻ്റെ സ്വന്തം അനുഭവത്തെക്കാളും കൂടുതൽ അന്യരുടെ വേദനകളും എനിക്ക് സമ്മാനിച്ചത്, എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പുതിയ കാലത്ത് അത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനം, നേരിട്ടുള്ള രാഷ്ട്രീയ ബന്ധം, അതൊക്കെ അഭികാമ്യമല്ല, അതൊന്നും നല്ലതല്ല എന്നൊരു ചിന്താഗതി വളർന്നു വരുന്നുണ്ട്. അതിനോട് ഇപ്പോൾ ന്യായാധിപന്റെ കസേരയിൽ ഇരുന്ന ആ ഒരു ആധികാരികതയോടുകൂടി സംസാരിക്കുമ്പോൾ VK മോഹൻ എങ്ങനെ പ്രതികരിക്കും? അത് ശുദ്ധമായ പോഷ്കാണ്. കാരണം നമ്മളുടെ തന്നെ അനുഭവങ്ങൾ, അതായത് നമുക്ക് ചുറ്റുമുള്ള അനുഭവങ്ങൾ യഥാർത്ഥത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ശരിയായ കാഴ്ചപ്പാടിലേക്ക്, അത് രാഷ്ട്രീയവുമാകാം സാമൂഹികപരമായ എല്ലാവിധ കാഴ്ചപ്പാടിലേക്ക് നിങ്ങൾ പോകണം എന്ന് തന്നെയാണ്. ജുഡീഷ്യറി നമ്മളെ ഭരണവ്യവസ്ഥയുടെ 4 തൂണുകളിൽ ശക്തമായ ഒന്നാണെന്ന് പറയും. പലപ്പോഴും അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ തുറയായി മാറുന്ന സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഭരണാധികാരികളോ ഉദ്യോഗസ്ഥ വൃന്ദമോ ഒക്കെ അഴിമതിക്ക് അടിപ്പെടുന്ന ഒരു കാലത്ത് ജുഡീഷ്യറിക്ക് ആ ആധികാരികത ഉയർത്തിപ്പിടിക്കാൻ പറ്റുന്നുണ്ടോ? ജുഡീഷ്യറി പോലും കളങ്കപ്പെട്ടു എന്ന് ഒരു മുൻ ന്യായാധിപൻ വിലപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ജുഡീഷ്യറിയെ കുറിച്ച് എന്ത് പറയാം? അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവമാണ്. പക്ഷേ അത് ഗൗരവമായിട്ട് കാണേണ്ടതാണ്. അങ്ങനെ വരാതിരിക്കാനും ആവർത്തിക്കാതിരിക്കാനും ജുഡീഷ്യറി തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ജുഡീഷ്യറിയിൽ ചില ജഡ്ജിമാരെങ്കിലും അവരുടെ അധികാര പരിവൃത്തി കടന്ന് ചില അഭിപ്രായങ്ങൾ പറയുന്നു, കമന്റുകൾ പറയാവുന്നു എന്നൊക്കെ മട്ടിലുള്ള വിവാദങ്ങൾ നടക്കാറുണ്ട്, സ്ഥിരമായിട്ട് നടക്കാറുണ്ട്. അടുത്ത കാലത്ത് ചില ജഡ്ജിമാർക്കെതിരെ വളരെ രൂക്ഷമായ പരാമർശങ്ങൾ ചില ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കൾ ഒക്കെ നടത്തുകയുണ്ടായി. ഇത്തരത്തിലുള്ള വിവാദങ്ങളെ നോക്കിക്കാണുമ്പോൾ താങ്കൾ എന്ത് പറയും? അതാത് കേസിൻ്റെ ഓരോരോ സന്ദർഭവും ആ കേസിൻ്റെ അതിലുൾപ്പെട്ടുള്ള കാര്യങ്ങളും വെച്ചിട്ട് വേണം അത് വിലയിരുത്താൻ. ഇപ്പം നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരുപക്ഷെ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിൻ്റെ ചില വിഷയങ്ങളായിരിക്കും. പക്ഷേ അവിടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ഞാൻ അതിൻ്റെ ഓർഡർ നോക്കിയിരുന്നു.
ആ ഓർഡറിൻ്റെ അകത്ത് പല പ്രാവശ്യവും ആവശ്യപ്പെട്ടിട്ടുള്ള വസ്തുതകൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കാഴ്ചപ്പാട് കോടതിയുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ അവസരം കൊടുത്തിട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കോടതി അങ്ങനെ ഒബ്സർവേഷനിലേക്ക് പോയത്. കോടതിയുടെ നിരീക്ഷണങ്ങൾ സ്വാഭാവികമാണ്, ന്യായമാണ്. ന്യായമാണ്. അതിനെതിരായിട്ടുള്ള വികാര പ്രകടനങ്ങൾ അസ്ഥാനത്താണ്. ഇല്ല, അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു എന്നതിനെ സംബന്ധിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ. താങ്കളുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങൾ നമ്മൾ കടന്നു വന്നു. അപ്പോൾ അതിലേറ്റവും ഞാൻ വിലമതിക്കുന്നത് ജഡ്ജിയുടെ കസേരയിലെത്തിയ, സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന നീതിപീഠത്തിൽ എത്തിയ ഏറ്റവും പാവപ്പെട്ട ഒരാൾ എന്നതാണ്. അതേ ജീവിത സാഹചര്യം പുതിയ രൂപത്തിൽ, പുതിയ ഭാവത്തിൽ പങ്കിടുന്ന ഒരുപാട് പേർ, കുട്ടികൾ ഒക്കെ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. അവരോട്, ജീവിത സാഹചര്യങ്ങളിൽ പൊരുതി നിൽക്കുന്ന പാവപ്പെട്ട കുട്ടികളോട് താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? അതിനെ സുധൈര്യമായിട്ട് നേരിടണം. പല അഡ്വേഴ്സായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം, പക്ഷേ നമുക്ക് അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു ഭാവി കാത്തിരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന എല്ലാ കഷ്ടതകളും ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിട്ടേ പറ്റുള്ളൂ. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നേരിട്ടേ പറ്റുള്ളൂ. അതിന് തയ്യാറാവുക എന്നുള്ളതാണ്. അതല്ലാതെ അവിടെ വച്ചിട്ട് പിന്മാറുന്നത് ഒരിക്കലും ആശാസ്യകരമല്ല, നല്ലതല്ല. വളരെയധികം സന്തോഷം. വളരെ നന്ദി.